ഹായ് ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ഫിഷ് കറി ഉണ്ടാക്കാം. അതിന് മുളകിട്ട ഫിഷ് കറിയാണ്. അതിന് ഞാൻ ചട്ടി വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകട്ടെ. ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടിയതിന് ശേഷം മാത്രമേ കടുകിടാൻ പാടുള്ളൂ. എന്നാലേ അത് നന്നായിട്ട് കടുക് പൊട്ടുകയുള്ളൂ. കടുക് പൊട്ടണം. ഫിഷ് കറിക്ക് കടുക് നന്നായിട്ട് പൊട്ടണം. അങ്ങനെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ഇതെല്ലാം ആഡ് ചെയ്ത് വഴറ്റിയെടുക്കണേ. അതിൻ്റെ കൂടെ കറിവേപ്പില ഇടണം. നല്ല ഫ്രഷ് കറി ലീവ്സാണ്, അതും ഇട്ട് കൊടുക്കും. നമുക്കിതിലേക്ക് ചൂടായി വെച്ച ചട്ടിയിലേക്ക് കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അധികം മൂത്ത് പോകേണ്ട, ആ പച്ചപ്പൊന്ന് മാറി കിട്ടിയാൽ മതി. അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ അതെല്ലാം ഒന്ന് ജസ്റ്റ് വാടി വന്നിട്ടുണ്ട്. ഞാൻ ലേശം ഉപ്പും കൂടി ഇട്ടായിരുന്നു. ഇനി അതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അത് കരിഞ്ഞു പോവുകയില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. ഓക്കെ, അതിന് മുമ്പ് തന്നെ കുടംപുളി ഇട്ട് കൊടുക്കാമേ. ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടെ വാടി വരുന്നതിനകത്തേക്ക് നമുക്ക് ഒരു പുളി ആഡ് ചെയ്ത് കൊടുക്കാം. കുടംപുളിയാണ് ഇടുന്നത്. അതും കൂടെ ഒന്ന് ഇതിൽ കിടന്നൊന്ന് ചൂടായി വഴന്ന് വരും. ഇനി അതിനകത്തേക്ക് ഈ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ്, അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം. ആ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനി ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവയും കൂടെ, ഒരു പിഞ്ച് ഉലുവയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഉലുവ അതിൽ കിടന്ന് ഒന്ന് പച്ചപ്പ് മാറി ഇതായി വരും. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പം മുളക് പൊടിയെല്ലാം ഒരു വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഇങ്ങനെ വെള്ളം ആഡ് ചെയ്തു. അങ്ങനെ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഫസ്റ്റിലെ ഉപ്പിട്ടാണ് ഉള്ളി ഒന്ന് ചൂടാക്കിയത്. അത് പക്ഷേ തികയില്ല. ഇനി ലേശം ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് അടച്ച് വെച്ച് തിളപ്പിക്കുക. ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് തിളയ്ക്കേണ്ട. ആ പുളിയും ഇതുമെല്ലാം അരപ്പും എല്ലാം ഒന്ന് പരുവായി വരാൻ വേണ്ടി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തിളച്ച് നോക്കാം. അതിൻ്റെ ഗ്രേവി അതെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം.
ഫിഷെല്ലാം ആഡ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കാം. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലിട്ട് ആദ്യമേ ഒന്ന് ഗ്രേവി തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഫിഷ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനിയും ലോ ഫ്ലെയിമിൽ വെച്ച് അത് തിളച്ചാൽ മതി. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മുടെ ഫിഷ് റെഡി ആവട്ടെ. അടച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുളകിട്ട ഫിഷ് കറി റെഡി. വാവ്, സൂപ്പർ. ഇടയ്ക്ക് ഞാൻ ടേസ്റ്റ് നോക്കിയായിരുന്നു. അപ്പം പുളിയും ഉപ്പുമൊക്കെ പാകത്തിനുണ്ട്. ഞാനൊന്ന് ചുറ്റി വെച്ചായിരുന്നു. കണ്ട, എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ട, അപ്പം ഫിഷ് കറി റെഡി ആയി എന്നതിൻ്റെ മീൻസ് അർത്ഥം. നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ.